കേരള PSC വഴി ഒരു പുതിയ നോട്ടിഫിക്കേഷനും കൂടി ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റും ഏകദേശം ആവാനായിട്ടുണ്ട്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 30/5/2026 കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ PSCൻ്റെ സൈറ്റ് വഴി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ വരുന്നത് 32/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCൻ്റെ വൺ ടൈം പ്രൊഫൈലിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കാണ് പുതിയൊരു അപേക്ഷ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. 27,900 മുതൽ 63,700 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. നിലവിൽ ഒരു വേക്കൻസിയാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി നോക്കി വിലയിരുത്തേണ്ട, നിലവിലുള്ള വേക്കൻസി മാത്രമാണിത്. റാങ്ക് ലിസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും മേ ബി എന്ത് ചെയ്യാം, വേക്കൻസി കൂടാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ 18 to 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 2/1/1986 അതുപോലെ 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC STക്ക് 5 OBCക്ക് 3 വർഷത്തെ പ്രായത്തിലിളവും കൂടി ഇതിൻ്റെ കൂടെ ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ളത് +2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGTE പറയുന്നുണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് യോഗ്യതയും കൂടി ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം കൂടി KGTE കൂടി ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാതെ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പറഞ്ഞ യോഗ്യതകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാനായിട്ട് കൃത്യമായി ഫോളോ ചെയ്യാനും മറക്കേണ്ട.